പിണ്ടിമന പഞ്ചായത്തിലെ 11-ാം വാർഡിൽ ഐരൂർ പാടം ഭാഗത്ത് 3 ദിവസമായി തുടർച്ചയായി കാട്ടാന ശല്യം വ്യാപകമാകുന്നു. കോട്ടപ്പടി പഞ്ചായത്തിലെ 4-5 വാർഡുകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് പിണ്ടിമനയിലെ 11-ാം വാർഡ്. കോട്ടപ്പടി പഞ്ചായത്ത് 5-ാം വാർഡിൽ മരങ്ങാത്ത് വർഗീസ് കുട്ടിയുടെ പുരയിടത്തിൽ കാട്ടാനയും കാട്ടുപന്നിയും എത്തിയതായി വർഗീസ് കുട്ടി പറഞ്ഞു. എൻ്റെ പേര് ലാലി ജോയ്. ഞാൻ പിണ്ടിമന പഞ്ചായത്ത് 11-ാം വാർഡ് മെമ്പറാണ്. കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ വീട്ടിൽ ആന വന്നു, വീടിൻ്റെ പരിസരത്തും ആന വന്ന് കൃഷികൾ നശിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ റാക്കൽ മത്തായി, അതുപോലെ മങ്ങാരത്ത് വർഗീസ് കുട്ടി, മോളത്താൻ എബി, കാവിലക്കുടി ബോസ്, പിന്നെ കരിമ്പിനക്കിൽ പൈലി എന്നീ വ്യക്തികളുടെ കുടികളിലൂടെയാണ് ആന നാശനഷ്ടം വിതച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മുടെ ആനയ്ക്ക് വനത്തിനകത്ത് കാട്ടുമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ വാസം ഒരുക്കുക എന്നതാണ് ചെയ്യാനുള്ളത്. നാട്ടിലേക്ക് ഇറങ്ങി ഞങ്ങൾ വളരെ ഭീതിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. രാത്രി കിടന്നുറങ്ങാൻ തന്നെ ഭയപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് ആന ഇറങ്ങാത്ത രീതിയിൽ ട്രെഞ്ച് ചെയ്ത് ഏത് രീതിയിലാണോ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതിനുള്ള പരിഹാരം കണ്ടെത്തണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടും ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെൻറ്റുകൾ അത് തീർത്തും അതിന് മര്യാദകേടായിട്ടാണ് കാണിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. കാരണം ഒരു മൃഗം ചെരിഞ്ഞു അല്ലെങ്കിൽ ചത്താൽ അതിന് DFO അടക്കം ആളുകൾ വന്ന് അതിന് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. മനുഷ്യന് യാതൊരു വിലയുമില്ല. പന്നികൾ കപ്പ കൃഷി നശിപ്പിച്ചു. മോളത്താൻ എബിയുടെ പുരയിടത്തിലെ 30ഓളം വാഴകൾ ആനകൾ നശിപ്പിച്ചു. പിണ്ടിമന പഞ്ചായത്ത് മെമ്പർ ലാലി ജോയിയുടെ പുരയിടത്തിൽ ഉണ്ടായിരുന്ന കപ്പ മുഴുവനും ആന നശിപ്പിച്ചു. തൊട്ടു ചേർന്നുള്ള അരക്കാൽ മത്തായിയുടെ പുരയിടത്തിൽ നിൽക്കുന്ന പ്ലാവിൽ നിന്നും 6ഓളം ചക്കകൾ ആന വലിച്ചിട്ടു തിന്നു. വ്യാഴാഴ്ച രാത്രി വെളുപ്പിനായിരുന്നു സംഭവം. 3 ആനകൾ എത്തിയതെന്ന് സിജിയും ഭർത്താവ് മത്തായിയും സാക്ഷ്യപ്പെടുത്തുന്നു. പട്ടികളുടെ കുരകേട്ട് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചുറ്റും നോക്കിയപ്പോൾ ചക്ക വീഴുന്ന ശബ്ദം കേട്ടു. അങ്ങോട്ട് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ ആന പ്ലാവിൽ മുൻകാൽ ഊന്നി ചക്ക പറിക്കുന്നത് കണ്ടു. കാവലക്കുടി ബോസിന്റെ പുരയിടത്തിലൂടെ കരക്കുടി ഉസ്മാന്റെ പൈനാപ്പിൾ കൃഷിയിലൂടെ കടന്ന് അമ്മച്ചി കോളനിയിലെ അങ്കണവാടിയുടെ സമീപം വരെ ആനയെത്തി. ഇപ്പോൾ പ്രദേശവാസികൾ ഭയചകിതരാണ്. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്ന വിധമുള്ള നടപടികൾ സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് വാർഡ് മെമ്പർ ലാലി ജോയി ആവശ്യപ്പെട്ടു. മലനാട് ടിവിക്ക് വേണ്ടി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എബിൾസി അലക്സ്. You are watching India's first NGO television, Malanad TV India.